ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് ബഷീർ. അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂലൈ 5 കടന്നുപോയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കും കഥാപാത്രങ്ങളിലേക്കും ഒരു പിടി ഓർമ്മകൾ വായനക്കാരുടെ മനസ്സിലേക്ക് പായിച്ചുകൊണ്ടാണ്. മലയാളത്തിന്റെ മഹാസാഹിത്യകാരനായ ബഷീറിന്റെ യഥാർത്ഥ സ്മാരകം അദ്ദേഹത്തിന്റെ കൃതികൾ തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടത് MT വാസുദേവൻ നായരാണ്. ബഷീറിന്റെ ഓരോ വാക്കിലും അനുഭവങ്ങളുടെയും ആത്മജ്ഞാനത്തിന്റെയും കയ്യൊപ്പുണ്ടായിരുന്നു. സാമാന്യം മലയാള ഭാഷ അറിയാവുന്ന ആർക്കും വഴങ്ങുന്ന ലളിതമായ ഭാഷയായിരുന്നു ബഷീറിന്റേത്. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകളായിരുന്നു ബഷീർ പറഞ്ഞത്. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു. എന്നാൽ വെറും ഹാസ്യം മാത്രമായിരുന്നില്ല അത്. ജീവിതത്തിന്റെ പൊള്ളിക്കുന്ന അനുഭവങ്ങൾ, ദാരിദ്ര്യം എല്ലാം മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ് മനുഷ്യനെ ചിന്തിപ്പിക്കുകയായിരുന്നു ബഷീർ. ബഷീറിനിസം എന്ന ബഷീർ സാഹിത്യം മലയാളത്തിലെ ഒരു സാഹിത്യ ശാഖയായി മാറിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വവർഗാനുരാഗികളും നിറഞ്ഞ ഒരു ഫാന്റസിയായിരുന്നു ബഷീറിന്റെ ലോകം. ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. സമൂഹത്തിലെ ഉന്നത നിലവാരം പുലർത്തുന്നവർ മാത്രം നായകന്മാരാവുക, മുസ്ലിം കഥാപാത്രങ്ങളെ വില്ലന്മാരായി ചിത്രീകരിക്കുക തുടങ്ങിയ പ്രവണതകളിൽ നിന്നും മലയാള സാഹിത്യത്തിന് മോചനം നൽകിയത് ബഷീറാണ്. കണക്കപ്പിള്ള, ട്യൂഷൻ മാസ്റ്റർ, കൈനോട്ടക്കാരൻ, പാചകക്കാരൻ, മിൽ തൊഴിലാളി, മോട്ടോർ വർക്ക്ഷോപ്പിലെ ഗേറ്റ് കീപ്പർ, ന്യൂസ് പേപ്പർ ബോയ്, മാജിക്കുകാരന്റെ അസിസ്റ്റന്റ്, പഴക്കച്ചവടക്കാരൻ, ഹോട്ടൽ നടത്തിപ്പുകാരൻ, കപ്പലിലെ ഖലാസി, ചായപ്പണിക്കാരൻ, ബുക്ക് സ്റ്റോൾ ഓണർ, 3 ആഴ്ചപ്പതിപ്പുകളുടെ പത്രാധിപർ എന്നിങ്ങനെ ബഷീർ ഏറ്റെടുക്കാത്ത ജോലികൾ ഒന്നുമില്ലായിരുന്നു. ജയകേസരിയിൽ വന്ന തങ്കമാണ് ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. ജോലി അന്വേഷിച്ചാണ് ബഷീർ ജയകേസരിയുടെ പത്മനാഭ പൈയുടെ അടുത്തെത്തിയത്. ജോലിയല്ല, കഥ എഴുതി തന്നാൽ പ്രതിഫലം തരാമെന്ന് കേട്ട ബഷീർ ഗത്യന്തരമില്ലാതെ ഒരു കഥ എഴുതുകയായിരുന്നു. കറുത്തിരുണ്ട് വിരൂപിയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായി എഴുതിയ ആ കഥയാണ് തങ്കം. പിന്നീടാണ് ബഷീർ മലയാളത്തിന്റെ പ്രിയ കഥാകാരനായി മാറിയത്. മലയാള സാഹിത്യം ബഷീറിൽ നിന്നും വായിച്ചു തുടങ്ങിയാൽ ആരും അതിനെ പ്രണയിച്ചു പോകും. ബാല്യകാല സഖി, പ്രേമലേഖനം, എന്റെ ഉപ്പുപ്പാക്ക് ആനയുണ്ടായിരുന്നു, പാത്തുമ്മാടാട്, മതിലുകൾ, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ, മരണത്തിന്റെ നിഴൽ, ശബ്ദങ്ങൾ, വിശ്വവിഖ്യാതമായ മൂക്ക് തുടങ്ങി അനശ്വരങ്ങളായ ഒട്ടേറെ കൃതികൾ ബഷീർ മലയാളത്തിനു നൽകി. ബാല്യകാല സഖി, എന്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന്, പാത്തുമ്മാടാട് എന്നീ നോവലുകൾ സ്കോട്ട്ലൻഡിലെ എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ പഠന ഗ്രന്ഥങ്ങളാണ്. ഫ്രഞ്ച്, മലായി, ചൈനീസ്, ജപ്പാനീസ് തുടങ്ങിയ ഭാഷകളിലും ഇതിന്റെ പരിഭാഷകൾ വന്നിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി എന്നിവയുടെ ഫെലോഷിപ്പുകൾ, സാഹിത്യത്തിനും രാഷ്ട്രീയത്തിനുമായി 4 താമ്രപത്രങ്ങൾ, പൊന്നാടകളും മെഡലുകളും പ്രശംസാ പത്രങ്ങളും, സ്വാതന്ത്ര്യ സമര സേനാനിക്കുള്ള കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പെൻഷൻ, 1982 പത്മശ്രീ, 1987 ജനുവരി 19 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം, 1987 സെപ്റ്റംബർ 26 സംസ്കാര ദീപം അവാർഡ്, 1992 അന്തർജനം സാഹിത്യ അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ മലയാളത്തിന്റെ മഹാനായ ബഷീറിന് ലഭിച്ചിട്ടുണ്ട്. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ ടോപ്പിക്കുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.